നമ്മുടെ ഐഫോണിന് പോലും ഇത്രയും അൺബോക്സിങ് എക്സ്പീരിയൻസ് ഇപ്പം ഇല്ല. ഒരു പെട്ടി പോയപ്പം അടുത്തൊരു പെട്ടി. നല്ലോണം അണ്ണാ. പക്ഷെ എൻ്റെ മോനെ എന്തോന്ന് പാക്കേജിങ്. എടേ ഇത് തുടയ്ക്കാനായിട്ട് തുണിയടേ. കിടിലം വേണം. ഷസാം ബ്രോയുടെ റിവ്യൂ കണ്ടിട്ട് ഈ പെർഫ്യൂം കൊള്ളാലോ, ഇതൊന്ന് മേടിച്ചാലോ എന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മേടിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ പെർഫ്യൂം മേടിക്കണം മേടിക്കണ്ടേ എന്നുള്ളത്. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്. സോ അത് അൺബോക്സിങ് നിങ്ങൾ ഓൾറെഡി കണ്ടതായിരിക്കും. സോ അതുകൊണ്ട് അൺബോക്സിങ് അത്ര കാണിക്കുന്നില്ല. എന്നിരുന്നാലും ഇതാണ്ട് ആ ബോക്സ് കളഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ലെതറിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, ഒരു ഷീറ്റ് പോലെ. അതും മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ്ട് ഒരുപാട് പെർഫ്യൂംസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബോക്സ് കാണിച്ചിട്ട്. ഇതുപോലത്തെ ഒരു ബോക്സ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. അത്രയും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട്, ഇതിങ്ങനെ കളയാം. ഇവിടെ ഒരു ക്ലോത്ത് ഇത് തുടക്കാനൊക്കെ ആയിട്ട് അതും നമുക്ക് കളയാം. അതിൻ്റെ അകത്താണ് ഇതാണ്ട് ഈ ബോട്ടിൽ വരുന്നത്. ഭയങ്കര സ്ലീക്കി ആയിട്ടുള്ള വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ബോട്ടിൽ എന്ന് പറയട്ടെ. നമുക്ക് 55 ml 3500-4000 രൂപ അടുത്ത് വില വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാശ് കൊടുത്ത് നിങ്ങൾ ഈ പെർഫ്യൂം മേടിക്കാൻ നിൽക്കുമ്പോൾ ഇതെങ്ങനെയാണ് സ്മെല്ല് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിയണം. ഒന്നുകൂടെ ഒരു മെച്ചോർഡ് ആയിട്ടുള്ളൊരു സെൻറ്റാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടീനേജ് ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മേ ബി ഇത് ഇഷ്ടപ്പെട്ടോളുന്നില്ല. കുറച്ചും കൂടെ മെച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം ആയിരിക്കും ഇത്. ഭയങ്കര ലക്ഷറി ആൻഡ് ക്ലീൻ കൈൻഡ് ഓഫ് ഒരു സ്മെല്ലാണ്. അതുപോലെ തന്നെ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിങ്ങിൽ നല്ലൊരു പൈനാപ്പിളിൻ്റെയും അതുപോലെ തന്നെ ഒരു ലെമണിൻ്റെ ഒക്കെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ അത് കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക, നല്ലൊരു വുഡി കൈൻഡ് ഓഫ് ഒരു വാം, ഒരു റിച്ച് കൈൻഡ് ഓഫ് ഒരു ഇതിലോട്ട് ഇത് മാറുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. അത് എവിടേക്കും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പം ഓഫീസിലോട്ട് നമുക്ക് വെയർ ചെയ്യാം, അതുപോലെ തന്നെ ഇപ്പം നൈറ്റ് ഔട്ടിങ്സ് അങ്ങനത്തെ എന്തും ആയിക്കോട്ടെ, എന്ത് പർപ്പസിനും ഇപ്പോൾ സമ്മറിലും ഒക്കെ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ചെയ്യും, അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. ഹെവി രീതിയിൽ പ്രൊജക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയം കൈൻഡ് ഓഫ് ഒരു പ്രൊജക്ഷനും കാര്യങ്ങളും ഉണ്ട്.